സഹോദരങ്ങളെ, സൂറത്തു റഹ്മാന്റെ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് നരകവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ, അതിൽ അവസാനമായിട്ട് കടന്നു വരുന്ന 2 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. 43ഉം 44ഉം ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല 43ാമത്തെ ആയത്തിൽ ഹാദിഹി ജഹന്നമുല്ലത്തി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ, സത്യനിഷേധികൾ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ ആ നരകത്തെ കാണിക്കപ്പെടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതാ ഇത്രയും കാലം നിങ്ങളെ നിഷേധിച്ച ആ നരകം ഇതാ നിങ്ങളുടെ മുമ്പിൽ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യതൂഫൂന ബൈനഹ, അവർ അതിന് ചുറ്റും അവർ തിരിഞ്ഞുകൊണ്ടിരിക്കും. തവാഫ്, നമുക്കറിയാം തവാഫ് എന്നുള്ള പദം, അതായത് യതൂഫൂന ബൈനഹ, അവരതിന് ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കും. യതൂഫൂന ബൈനഹ വ ബൈന ഹമീമിൻ ആൻ, ചുട്ടുപൊള്ളുന്ന അല്ലെങ്കിൽ ചൂട് തിളച്ചു മറിയുന്ന ഒരു ദ്രാവകത്തിന് ചുറ്റും അവരിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് 2ാമത്തെ പദമായിട്ട് വരുന്നത്, ഹമീമിൻ ആൻ എന്നുള്ളതാണ്. അത് കഠിനമായിട്ടുള്ള ചൂടുള്ള തിളച്ച ഒരു വെള്ളത്തിനാണ് ഹമീമിൻ ആൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നരകവാസികൾക്ക് നൽകപ്പെടുന്ന ആ ഒരു പാനീയത്തെ സംബന്ധിച്ച്, ആ തിളച്ചു മറിയുന്ന ദ്രാവകത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ഗാഫിറിന്റെ 72ാമത്തെ വചനത്തിൽ ഫി ഹമീമിൻ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പദം ഉപയോഗിക്കുന്നുണ്ട്. അതായത് തിളച്ചു മറിയുന്ന ഒരു ദ്രാവകം അവർക്ക് കുടിക്കാൻ നൽകപ്പെടും. അതേപോലെ തന്നെ നരകവാസികളുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് സ്വാഫാത്തിന്റെ 64 മുതൽ 68 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നരകവാസികളുടെ ഭക്ഷണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നരകത്തിലുള്ള ഒരു സഖൂം എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷം, അതായത് ആ കൊടുംചൂടിൽ തീയിൽ മുളച്ചു വരുന്ന ഒരു തരം വൃക്ഷം, സഖൂം എന്ന പേരിൽ, അല്ലാഹു ആലം, അത്തരത്തിലുള്ള ഒരു വൃക്ഷമുണ്ട് നരകത്തിൽ. ആ വൃക്ഷത്തിൽ നിന്നുള്ള ഒരു ഫലമായിരിക്കും, ഒരു പഴമായിരിക്കും നരകവാസികളുടെ ഭക്ഷണം, ഒരു മുള്ളുള്ള ഒരു തരം പഴം. അതോടൊപ്പം ആ പഴം ഭക്ഷിച്ചതിന് ശേഷം അതിനു മീതെ കുടിക്കാൻ അവർക്ക് ഹമീം നൽകപ്പെടുമെന്ന് അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഹമീം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തിളച്ചു മറിയുന്ന ഒരു ദ്രാവകം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത് കുടിച്ച സന്ദർഭത്തിൽ, ആ തിളച്ചു മറിയുന്ന ആ ദ്രാവകം അവർ കുടിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആന്തരിക അവയവങ്ങളെല്ലാം അത് കാരണത്തിൽ ഉരുകിപ്പോകും. അത്രയും തിളച്ച വെള്ളമാണ് അവിടെ കുടിക്കാൻ നൽകപ്പെടുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അത്രയും ആ കഠിനമായിട്ടുള്ള ശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അതേപോലെ തന്നെ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്തുൽ ഗാശിയയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 5ാമത്തെ ആയത്തിൽ തുസ്ഖാ മിൻ ഗൈനിൻ ആനിയ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുട്ടു തിളക്കുന്ന ഒരു വെള്ളത്തിൽ നിന്നും അവരെ കുടിപ്പിക്കപ്പെടുന്നത് അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയെല്ലാം ആ ഒരു ഹമീമിനാൻ, അത്തരത്തിലുള്ള ഒരു ചുട്ടു തിളക്കുന്ന ഒരു വെള്ളത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. ആ വെള്ളത്തിന് ചുറ്റും അവര് യതൂഫൂന ബൈനഹ, അവരിങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ഈ ഒരു ഭാഗത്ത് 44ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു ഭാഗത്ത് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ ഇതുവരെ വന്ന ചില ആയത്തുകൾ ഞാൻ പറഞ്ഞു അതിഭീകരമായിട്ടുള്ള ശിക്ഷയെ സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ നൽകുന്ന ആയത്തുകളാണ് ഈ സൂറത്തിന്റെ മധ്യഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ സൂറത്തു റഹ്മാൻ പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പറയുന്ന സൂറത്താണെന്ന് ഞാൻ ആദ്യത്തിൽ പറഞ്ഞിരുന്നു. അതായത് റഹ്മാൻ എന്നുള്ളതിന്റെ തഫ്സീറാണ് സൂറത്തിലെ ഓരോ ആയത്തുകളും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സൂറത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും കഠിനമായിട്ടുള്ള ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നതിലുള്ള കാരുണ്യം എന്താണ്? അതാണ്, ആ ശിക്ഷയും കാരുണ്യമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാഉം വറഹ്മത്തുൻ, പരിശുദ്ധ ഖുർആനും ഏറ്റവും വലിയ കാരുണ്യമെന്ന് വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതേ സന്ദർഭത്തിൽ അതേ പരിശുദ്ധ ഖുർആനിൽ അതികഠിനമായിട്ടുള്ള ശിക്ഷയെ സംബന്ധിച്ചുള്ള ആയത്തുകളും കടന്നു വരുന്നുണ്ട്. അത് രണ്ടും എങ്ങനെയാണ്, അതിലുള്ള യുക്തിയാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആ ശിക്ഷയിലുള്ള ഒരു അനിവാര്യത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശിക്ഷയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിന്റെ അനിവാര്യതയാണ് ആദ്യം നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണെന്ന് പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം പറയുന്നുണ്ട്. അനീതി ചെയ്യുന്ന ആളുകൾ, അക്രമികൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ നീതിയെ സംബന്ധിച്ച് ഇത്രയേറെ പറയുന്ന ഖുർആൻ ഈ ലോകത്തേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ഈ ലോകത്ത് പൂർണ്ണമായിട്ടുള്ള നീതി നമ്മൾ കാണുന്നില്ല. നിരവധി അനീതികൾ ഈ ലോകത്ത് നമ്മൾ കാണുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ആ സ്വാഭാവികമായിട്ടുള്ള അനീതികൾ, അതേപോലെ തന്നെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന നിരവധി അനീതികൾ, ഖുർആന്റെ തന്നെ ഭാഷയിൽ ലൊഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യന്റെ പ്രവർത്തനം കാരണം ഉണ്ടാകുന്ന നിരവധി അനീതികൾക്ക് നമ്മളെല്ലാം സാക്ഷിയാണ്. ഈ ലോകത്ത് നിരവധി അനീതികളുണ്ട്. ഇപ്പൊ ചില ആളുകൾ ജനിക്കുന്ന സന്ദർഭത്തിൽ തന്നെ രോഗികളാണ്. അതേപോലെ തന്നെ ചില ആളുകൾ ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്, ചില ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്നുണ്ട്. ചില ആളുകൾ പണക്കാരാണ്, ചില ആളുകൾ ദരിദ്രരാണ്, ചില ആളുകൾ കുറ്റവാളികളാണ്,
ചില ആളുകൾ വളരെ മാന്യന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഒന്നും ഒരു ബാലൻസിലല്ല ഈ ലോകത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്തരം ഈ ലോകത്ത് അനീതികൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത്തരം അനീതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ദൈവനിഷേധികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും ദൈവത്തെ ആക്ഷേപിക്കാറ് പരിഹസിക്കാറുള്ളതെല്ലാം നമ്മൾ കേൾക്കാറുമുണ്ട്. അപ്പൊ അനീതികൾ ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത്തരം അനീതികൾ പരിഹരിച്ചാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം പൂർണ്ണമായിട്ടുള്ള നീതിമാനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്തരം അനീതികൾ പരിഹരിക്കപ്പെടാനും പൂർണ്ണമായിട്ടുള്ള നീതി നടപ്പിലാക്കാനുള്ള ഒരു ദിനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തെ നിരന്തരം പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. അവിടെ ആ ദിവസം എല്ലാ അനീതികളും നികത്തപ്പെട്ട് സമ്പൂർണമായിട്ടുള്ള നീതി നടപ്പിലാക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണെന്ന് സമ്പൂർണമായിട്ടുള്ള നീതിമാനാണെന്ന് പറയണമെങ്കിൽ മരണാനന്തര ജീവിതം അനിവാര്യമായിട്ട് വരികയാണ്. അതല്ലെങ്കിൽ ഈ ലോകത്ത് പൂർണ്ണമായിട്ടുള്ളൊരു നീതി നമ്മൾ കാണേണ്ടിയിരുന്നു. ഈ ലോകത്ത് പല അനീതികളുമുള്ള സ്ഥിതിക്ക് തന്നെ നീതി പുലരുന്ന ഒരു ദിനം അനിവാര്യമായിട്ട് വരുന്നു. അതാണ് മരണാനന്തര ജീവിതം. അതാണ് ഒന്നാമത്തേതായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നത് റബ്ബ് എന്നുള്ള പദം കൊണ്ടാണ്. ഇപ്പൊ സൂറത്ത് നമുക്കറിയാം, ആദ്യത്തെ പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ വചനം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു റബ്ബാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. റബ്ബ് എന്ന് വെച്ചാൽ രക്ഷിതാവ്, അല്ലെങ്കിൽ എന്റെ മേലെ അധികാരമുള്ള ആൾ, എന്നെ ഉപദേശിക്കാനും സ്നേഹിക്കാനും ശിക്ഷിക്കാനുമെല്ലാം അധികാരവും അവകാശമുള്ള ആളുകൾക്കാണ് നമ്മൾ റബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അതേ പദം മാതാപിതാക്കളോട് ചേർത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളെല്ലാം നിരന്തരം പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രാർത്ഥനയിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദം റബ്ബ് എന്നുള്ള പദമാണ്. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, മറ്റൊന്ന് മാതാപിതാക്കൾ. കാരണം അവരാണ് എന്നെ വഴി നടത്തുന്നവർ, അവരാണ് എന്നെ സ്നേഹിക്കുന്നവർ, അവർക്ക് എന്നെ ശിക്ഷിക്കാനും സ്നേഹിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ മാതാപിതാക്കളോടുള്ള ആ ബന്ധമാണ് വലുപ്പത്തിൽ കുട്ടികൾക്ക് അള്ളാഹുമായിട്ടുണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു റബ്ബാണെന്ന് അവൻ ഒരുവിധം പ്രായമാകുന്ന സന്ദർഭത്തിൽ അവന് മനസ്സിലാക്കാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബായതുകൊണ്ട് തന്നെ അള്ളാഹു ആണ് നമുക്ക് ഉപജീവന മാർഗം നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ എനിക്ക് വഴി നടത്തുന്ന, അല്ലെങ്കിൽ എനിക്ക് നേരായ മാർഗദർശനം കാണിച്ചു തരുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ നേരായ മാർഗം എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വെളിച്ചം, അല്ലെങ്കിൽ നൂറ് പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അതാണ് പരിശുദ്ധ ഖുർആൻ. എന്റെ ജീവിത നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, എന്റെ റബ്ബായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിന് വേണ്ടി നൽകപ്പെട്ട നിയമങ്ങളാണ് അവന്റെ മാർഗദർശനം. ആ മാർഗദർശനമാകട്ടെ അത് എന്റെ മനുഷ്യപ്രകൃതത്തിന് 100% യോജിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ നൽകിയത്. ഇപ്പൊ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം ഏതെങ്കിലും ഒരാൾക്ക് പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇസ്ലാം ആകൂല. ഒന്നുകിൽ അയാൾ അത് തെറ്റായിട്ടായിരിക്കും നിർവഹിക്കുന്നത്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ട വിധം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഈ രണ്ട് സാധ്യതയുള്ളൂ. അതല്ലാത്ത രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ 100% മനുഷ്യപ്രകൃതത്തിന് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിത നിയമങ്ങളും നൽകി. അത്രയും നല്ല ജീവിത നിയമങ്ങൾ എന്റെ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നൽകി. അപ്പൊ നിയമങ്ങൾ എന്നുള്ളത് നമുക്കറിയാം പാലിക്കപ്പെടാനുള്ളതാണ്. നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിയമം നൽകിയവർ പരിശോധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ആ നൽകിയ നിയമത്തിന്, അതായത് ഒരു ഫോളോ അപ്പ് ഇല്ലെങ്കിൽ പിന്നീട് ആ നിയമം നൽകുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. അപ്പൊ നമ്മൾ ഭൗതിക ലോകവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കുക. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ നിരവധി നിയമങ്ങൾ നമ്മൾ പിന്തുടരാറുണ്ട്. അത് നമ്മൾ പിന്തുടരപ്പെടുന്നുണ്ടോ എന്ന് ആ നിയമം നൽകിയ ആളുകൾ പരിശോധിക്കാറുണ്ട്. ഉദാഹരണത്തിന് നിരവധി ട്രാഫിക് നിയമങ്ങൾ, ആ ട്രാഫിക് നിയമങ്ങൾ നമുക്ക് ഗവൺമെന്റ് നൽകുന്നു. ആ നിയമങ്ങൾ നമ്മൾ പിന്തുടരപ്പെടുന്നുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് അവർ നമ്മളെ പരിശോധിച്ച് നിരവധി സ്ഥലത്ത് ക്യാമറ ഒക്കെ വെച്ചുകൊണ്ട് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ഫൈന് നൽകേണ്ടതുണ്ട്. ആ ഫൈൻ ഉള്ളത് കൊണ്ടാണ് പല ആളുകളും ആ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നത്. യാതൊരു സംശയവുമില്ല. ഒരു ഫൈനും ഇല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ എത്ര പേരാണ് പിന്തുടരുക? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് ഒരു നിയമം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ഫോളോ അപ്പ് നിർബന്ധമാണ്. തീർച്ചയായിട്ടും ആ നിയമങ്ങൾ അത് പിന്തുടരപ്പെടുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകത്ത് വെച്ച് ആ നിയമങ്ങൾ നിരന്തരം തെറ്റിക്കപ്പെടുന്ന സന്ദർഭത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്. അതേ സന്ദർഭത്തിൽ
ഈ നിയമങ്ങൾ നിരന്തരം ധിക്കരിച്ച് തെറ്റിച്ച് ജീവിച്ച ആളുകൾക്ക് അവർക്ക് അതിനുള്ള നടപടി സ്വീകരിക്കാനുള്ള വേദിയാണ് മരണാനന്തര ജീവിതം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമം നൽകിയവനെ സംബന്ധിച്ചിടത്തോളം ആ നിയമം തെറ്റിക്കപ്പെടുന്നവർക്ക് ശിക്ഷ അനിവാര്യമായിട്ട് വരുന്നു. ആ ഒരു അർത്ഥത്തിലും മരണാനന്തര ജീവിതം അനിവാര്യമായിട്ട് വരികയാണ്. അപ്പൊ അത് ആ മരണാനന്തര ജീവിതം വരാനിരിക്കുന്ന ശിക്ഷ എന്നുള്ളത് അല്ലെങ്കിൽ മരണാനന്തര ജീവിതം എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ദാരിയാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു, നിങ്ങൾ ഏത് പ്രകാരമാണോ സംസാരിക്കുന്നത് അതേപോലെ പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതം. അതെല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തെ ഉണർത്തിയ ഒരു കാര്യമാണ്. അപ്പൊ ആ ജീവിതം വരുമെന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അതിനോട് നമ്മൾ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ നിങ്ങൾ TV തുറന്ന സന്ദർഭത്തിൽ നിങ്ങളൊരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. അതായത് ഇന്ന് വൈകുന്നേരം 5:30 ഒരു പ്രത്യേക ഭാഗത്ത് സുനാമി ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊരു അനൗൺസ്മെന്റ് നിങ്ങൾ ലഭിക്കുകയാണ്. അപ്പൊ ആ വാർത്തയോട് രണ്ട് രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കും. ഒരാളുകൾ ഇത് വാർത്ത കേട്ട ഉടനെ അത് ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നാണ് മനസ്സിലാക്കിയ ഉടൻ തന്നെ ആ സുനാമിയിൽ നിന്നും വരാനിരിക്കുന്ന ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അവർ അന്വേഷിക്കുകയാണ്. അതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള സമീപനം. അതേ സന്ദർഭത്തിൽ മറ്റൊരു വിഭാഗം ആളുകൾ അവരതിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതായത് എന്താണ് സുനാമി, എന്തുകൊണ്ടാണ് പ്രകൃതി ഇത്രയും ക്രൂരമായിട്ട് മനുഷ്യനെതിരെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ വാർത്ത എന്തിനാണ് ആ ചാനൽ പുറത്തുവിട്ടത്, ആ വാർത്ത വായിച്ച ആൾ വല്ലാത്ത ക്രൂരനാണ്, കാരണം എന്തിനാണ് അയാൾ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു ന്യൂസ് അദ്ദേഹം പറഞ്ഞത്, ആ ചാനൽ വല്ലാത്ത ക്രൂരന്മാരാണ് ആ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വാർത്തയെ അവഗണിച്ചുകൊണ്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു നീക്കവും നടത്താതെ ഒരു വിഭാഗം ആളുകൾക്ക് അവിടെ ഇരിക്കാം. അപ്പൊ നിങ്ങൾ ആ വാർത്ത വിശ്വസിച്ചുകൊണ്ട് അതിൽ അകപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയാലും ആ വാർത്തയെ നിഷേധിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അവിടെ ഇരുന്നാലും ആ സുനാമി വരുമെന്നുള്ളത് 100% യാഥാർത്ഥ്യമാണ്. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നരകം എന്നുള്ളത് അത് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അന്നാറു ഹഖ്ഖുൻ, നരകം എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ നിങ്ങൾ അതിനെ കളവാക്കിയാലും അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാലും ആ യാഥാർത്ഥ്യം എന്നുള്ളത് അത് മുമ്പിൽ വരിക തന്നെ ചെയ്യും. ഹാദിഹി ജഹന്നമുല്ലത്തി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ, ആ നരകം എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ അവസാനം അത് വന്നെത്തുക തന്നെ ചെയ്യും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വന്നെത്തും അല്ലെങ്കിൽ ആ വരാനിരിക്കുന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മോട് പറഞ്ഞു തന്നു എന്നുള്ളത് അള്ളാഹിന്റെ ഏറ്റവും വലിയ കാരുണ്യമല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതിനാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത്. ആ ചാനലുകാർ ചെയ്യുന്നത് ഏറ്റവും വലിയ കാരുണ്യമാണ്. വരാനിരിക്കുന്ന ഒരു അപകടത്തെ സംബന്ധിച്ച് അവർ മുൻകൂട്ടി വാർത്ത നൽകുന്നത് ഏറ്റവും വലിയ അത് ക്രൂരതയല്ല, മറിച്ച് കാരുണ്യമാണ്. നേരത്തെ പറഞ്ഞു എന്നൊന്നും മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ നരകത്തെ സംബന്ധിച്ച് വർണ്ണിക്കുന്ന ചിത്രം അതിഭീകരാണ്. ഏതൊരാൾക്കും അറിയാം, ഖുർആൻ അറിയുന്ന ഏതൊരാൾക്കും അറിയാം. ഏതൊരാളെയും പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് നരകത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വർണ്ണനകൾ നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, തീഷ്ണം അല്ലെങ്കിൽ കൊടുംചൂടുള്ള വെള്ളം കുടിപ്പിക്കപ്പെടുന്നതും ആന്തരികാവയവങ്ങൾ ഉരുകുന്നത്, അതേപോലെ തന്നെ ചർമ്മങ്ങളെല്ലാം ഇതേ രൂപത്തിലുള്ള ഭീകരമായിട്ടുള്ള ചിത്രമാണ് പരിശുദ്ധ ഖുർആനിലുടനീളം നമ്മൾ നരകത്തെ സംബന്ധിച്ച് കാണുന്നത്. അപ്പൊ അത്രയും ഭയാനകരമായിട്ടുള്ള വർണ്ണനകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളാരും അവിടെ എത്തിച്ചേരരുതെന്ന് ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം കാരണമാണ് ഇതേ രൂപത്തിൽ ഇത്രയും ഭീകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ നരകത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരാനുള്ള കാരണം. നമ്മളാരും അവിടെ എത്തിച്ചേരരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു കാരുണ്യം കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ ഇത്രയും ഭീകരമായിട്ട് ആ നരകത്തെ നമുക്ക് പറഞ്ഞു തരാനുള്ള കാരണം. ഏതുപോലെ എന്ന് വെച്ചാൽ, മറ്റൊരു ഉദാഹരണം നിങ്ങൾ ചിന്തിക്കുക. അതായത് നിങ്ങൾ ഒരു റൂമിനകത്ത് ജീവിക്കാൻ, ആ റൂമിന് പുറത്തെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ മൂന്നാമനായിട്ടുള്ള ഒരാൾ, റൂമിന് പുറത്തുള്ള ഒരാൾ, മൂന്നാമനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ആ റൂമിന് പുറത്ത് എന്താണെന്ന്. അപ്പൊ അയാൾ വന്നുകൊണ്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ റൂമിനകത്ത്, ആ റൂമിന് 2 ഡോറുണ്ട്, അതിൽ വലത്തെ ഡോറ് നിങ്ങൾ തുറക്കരുത്, കാരണം ആ വലത്തെ ഡോറ് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അവിടെ ശക്തമായിട്ടുള്ള തീയുണ്ട്. നിങ്ങൾ ആ ഡോറെങ്ങാനും തുറന്നു കഴിഞ്ഞാൽ ആ തീയിൽ നിങ്ങൾ അകപ്പെടും. നിങ്ങൾക്ക് തുറക്കണമെങ്കിൽ നിങ്ങൾ ഇടത് ഡോറിൽ അവിടെ തീയുണ്ട്. അതേ സന്ദർഭത്തിൽ നിങ്ങൾക്ക് തുറക്കണമെങ്കിൽ വലത് ഡോറ് നിങ്ങൾക്ക് തുറക്കാം. ആ വലത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ അവിടെ അതിമനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം ലഭിക്കും എന്ന് അദ്ദേഹം നിങ്ങളോട് മുന്നറിയിപ്പ് നൽകാൻ. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ആ റൂമിന്റെ താക്കോലും തന്നു പോവാണ്.
നിങ്ങൾ ആ മുന്നറിയിപ്പ് കേട്ടിട്ടും ഇടത് ഡോറ് നിങ്ങൾ തുറന്നിട്ട് ആ തീയിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ 100% ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭീകരമായിട്ടുള്ള ആ ഒരു നരകത്തെ സംബന്ധിച്ച് ആ കാഴ്ച നമുക്ക് നേരിട്ട് കാണിച്ചു തരാതെ വെറും വാക്കുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത് മുന്നറിയിപ്പ് നൽകുന്നു. അത് യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി നമുക്ക് വിവരിച്ചു തന്നു. അവിടെ നടക്കാനിരിക്കുന്ന ഓരോ സീനും നമുക്ക് കൃത്യമായിട്ട് ഇന്ന് തന്നെ അറിയാം. അത് അള്ളാഹിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. നേരത്തെ തന്നെ അത് പറഞ്ഞു തന്നു എന്നുള്ളത്. അതേപോലെ തന്നെ സ്വർഗത്തെ സംബന്ധിച്ച് ആ സ്വർഗം കൈവരിക്കാനുള്ള ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു തന്നു. അപ്പൊ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചു. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്രയിൽ തന്നെ ആ ശിക്ഷയിൽ നിന്നും അകന്നു നിൽക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള ഒരു അലാറവും നൽകി. എന്താണ് അലാറം? എന്താണ് ഞാൻ അലാറം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ സൂറത്തുൽ ഖിയാമ വായിക്കുന്ന സന്ദർഭത്തിൽ, പരിശുദ്ധ ഖുർആനിലെ 75-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖിയാമ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ 2 കാര്യത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഖിയാമയുടെ ആദ്യത്തെ ആയത്തിൽ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യത്തെയാണ് അവിടെ സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് ഖിയാമത്ത്, യൗമുൽ ഖിയാമ. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നഫ്സുൽ ലവ്വാമ, അതായത് കുറ്റപ്പെടുത്തുന്ന മനസ്സ്. ചുരുക്കത്തിൽ ഖിയാമത്ത് നാളിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുന്ന മനസ്സ്. ഈ 2 ആയത്തുകൾ തമ്മിലുള്ള കണക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഞാനിവിടെ സൂചിപ്പിച്ച അലാറം എന്താണെന്ന് മനസ്സിലാകും. എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, തെറ്റായ കാര്യം നമ്മൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരാൾ, മൂന്നാമനായിട്ടുള്ള ഒരാൾ നമ്മോട് അത് പറയുന്നതിന് മുമ്പ് അത് തെറ്റാന്ന് നമ്മുടെ മനസ്സിൽ സ്വയം തെളിഞ്ഞിട്ടുണ്ടാകും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപത്തെ സംബന്ധിച്ച് ആ പാപത്തിനുള്ള ഒരു നിർവചനം, മനോഹരമായിട്ടുള്ള നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. എന്താണ് പാപം എന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന എന്താണോ അതാണ് പാപമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായത് നമ്മൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ആ കാര്യം അത് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ മതി. നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിയിൽ തന്നെ നമ്മളിൽ നിക്ഷേപിച്ച ഒരു അലാറമാണത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിക്ഷേപിച്ച അലാറം അത് അള്ളാഹിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാനും നമ്മൾ നന്മയിൽ മുന്നേറാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്രയിൽ തന്നെ നിക്ഷേപിച്ച ഒരു അലാറമാണത്. അപ്പൊ നല്ലത് ചെയ്യുമ്പോൾ വല്ലാത്തൊരു നിർവൃതി ഉണ്ടാകും, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിർവൃതി. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ചതാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ വിശദീകരിക്കാൻ കഴിയില്ല, കാരണം നമുക്കെല്ലാം അനുഭവമുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ അലാറം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിക്ഷേപിച്ച ഒരു അലാറം യഥാർത്ഥത്തിൽ ഒരു മുന്നറിയിപ്പാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിൽ ഒരു ഫയർ അലാറം അടിയുന്നത് പോലെ, അതായത് ആ ഫയർ അലാറം അടിയുന്ന സന്ദർഭത്തിൽ ഒരു ആപത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ അലാറം ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഫയർ അലാറം നിങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഉടൻ തന്നെ അതിൽ അകപ്പെടാതിരിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തും, നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇനി ആ ഫയർ അലാറം അടിഞ്ഞിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് അവിടെ ആ ഫ്ലാറ്റിൽ ഇരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം തീയിലകപ്പെടും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടുള്ള കാരണം നമ്മുടെ ഫിത്രയിൽ അല്ലെങ്കിൽ നമ്മുടെ ജന്മന അള്ളാഹു നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ച ഒരു അലാറമാണ് നമ്മുടെ കുറ്റബോധം. ആ കുറ്റബോധം തന്നെ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുള്ള ആ കുറ്റബോധം ഉണരും. ആ കുറ്റബോധം ഉണരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും അവസാനം അദ്ദേഹം നരകത്തിൽ വന്ന് വീഴും. ഏതുപോലെയെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ചേർത്ത് ചിന്തിക്കുക. ഫയർ അലാറം അടിഞ്ഞിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ആ ഫ്ലാറ്റിലിരിക്കുന്ന ആൾ അവസാനം തീയിലകപ്പെടുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്രയിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു അലാറം, അത് യഥാർത്ഥത്തിൽ നമ്മോടുള്ള കാരുണ്യം, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ഖിയാമത്ത് നാളിലുള്ള ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ടാണ് ഈ 2 ആയത്തുകൾ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സ് അത് വരാനിരിക്കുന്ന ഖിയാമത്ത് നാളിലുള്ള ഏറ്റവും തെളിവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ സർവ്വ പ്രവാചകന്മാരും ഒരേപോലെ പഠിപ്പിക്കപ്പെട്ട ഒരു തത്വമായിരുന്നു ഈ മരണാനന്തര ജീവിതവും സ്വർഗവും നരകവും എല്ലാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും
അതേ പ്രാധാന്യത്തോട് കൂടെ തന്നെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ പ്രവാചകന്മാരും വരുന്നത് ഒരേ ഒരു സൃഷ്ടാവിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിരവധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത നിരവധി പ്രവാചകന്മാർ അവർ ആ സമൂഹത്തെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ഉണർത്തുന്നതായിട്ടുള്ള വചനങ്ങൾ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ നാവിലൂടെ ഈ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന വചനങ്ങൾ ഖുർആനിലുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയതെന്ന് വെച്ചാൽ ആ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തെ ഇതേ പ്രാധാന്യത്തോടു കൂടെ തന്നെ ആ മരണാനന്തര ജീവിതം പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി പ്രവാചകന്മാർ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന വചനങ്ങൾ ഖുർആനിൽ ഉൾപ്പെടുത്താനുള്ള കാരണം. പക്ഷേ പരിശുദ്ധ ഖുർആൻ എവിടെയാണ് വ്യതിരിക്തമാക്കുന്നതെന്ന് വെച്ചാൽ നിരവധി മുൻകാല വേദഗ്രന്ഥങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഖുർആനിലുള്ള ഇത്രയും ഭീകരമായിട്ടുള്ള വർണ്ണനകളിലുള്ള കാരുണ്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും. ഇപ്പൊ മുൻകാല സമൂഹങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻകാല സമൂഹത്തിലുള്ള അവര് ആ വേദഗ്രന്ഥങ്ങൾ, അതായത് ഓരോ പ്രവാചകന്മാരും അവർക്ക് നൽകപ്പെട്ട ആ വേദഗ്രന്ഥങ്ങൾ അവർ മാറ്റിമറിച്ചു, അത് വികലമാക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പല സന്ദേശങ്ങളും അവരതിൽ നിന്നും എടുത്തു മാറ്റി പലതും എഴുതി ചേർത്തു. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബി ഐദീഹിം. അവർ പലതും അവർക്ക് തോന്നിയ രൂപത്തിൽ വേദഗ്രന്ഥത്തിൽ കൈകടത്തലുകൾ നടത്തി. അപ്പൊ ഇത്തരത്തിലുള്ള കൈകടത്തലുകൾ നടത്തിയ സന്ദർഭത്തിൽ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം പല രൂപത്തിൽ വികലമാക്കപ്പെട്ടു. പല ആളുകളും അത്തരത്തിലുള്ള ആ ഒരു സങ്കല്പം തന്നെ അവരുടെ മതത്തിൽ നിന്ന് എടുത്തു മാറ്റി, അല്ലെങ്കിൽ അതിന്റെ ആ പ്രാധാന്യത്തെ അവർ അവഗണിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മൾ നിലവിലുള്ള ജൂതമതത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ജൂതമതത്തിന് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു തത്വം കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള പ്രഥമ സംഭാഷണം, അതായത് സീനാ പർവ്വതത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു സംഭാഷണത്തിൽ തന്നെ, ആദ്യത്തെ സംഭാഷണത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വരാനിരിക്കുന്ന ആ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ഉണർത്തിയിരുന്നു. സൂറത്ത് ത്വാഹ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സൂറത്ത് ത്വാഹയുടെ 15-ാമത്തെ ആയത്തിൽ ഇന്ന സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫിഹാ ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. തീർച്ചയായിട്ടും അന്ത്യസമയം നിലവിൽ വരും. ഓരോ വ്യക്തികളും അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അവിടെ വെച്ചുകൊണ്ട് നൽകപ്പെടുമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് തന്നെ ഉണർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതേ പ്രാധാന്യത്തോടു കൂടെ തന്നെ ഈ ഒരു വിശ്വാസം നൽകപ്പെട്ടിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ പ്രാധാന്യത്തോടു കൂടെ തന്നെ ആ സമൂഹത്തെയും അത് പഠിപ്പിച്ചിരുന്നു. അതിന് ഏറ്റവും നല്ല തെളിവാണ് ധിക്കാരിയായിട്ടുള്ള ഫിർഔന്റെ ഭാര്യ. ആ ഫിർഔന്റെ ഭാര്യ പോലും നിരവധി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ മരണാനന്തര ജീവിതത്തിൽ തനിക്ക് സ്വർഗത്തിലൊരു വീട് നൽകാൻ വേണ്ടി റബ്ബി ഹബ്ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് ലഭിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നതും ആ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നതെല്ലാം നമ്മൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നീട് എന്ത് സംഭവിച്ചു നമ്മൾ ചിന്തിച്ചു നോക്കുക. അതായത് ഇന്നത്തെ ജൂതമതത്തെ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമ്മളാരും വിശ്വസിക്കുന്നത് പോലെ അവരാരും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് പിന്നീട് ആ വേദഗ്രന്ഥങ്ങൾ മാറ്റിമറിച്ചു. ഇന്നത്തെ ജൂതമത വിശ്വാസികളിൽ വലിയൊരു വിഭാഗം ആളുകളും പരലോകത്തിലെ വിശ്വസിക്കുന്നില്ല. ചില ആളുകൾ സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, പല ആളുകളും ഈ സ്വർഗ്ഗമില്ല, അതല്ലെങ്കിൽ ഭൂമി തന്നെയാണ് സ്വർഗം നരകം, ഇതേ രൂപത്തിലുള്ള വികലമായിട്ടുള്ള വിശ്വാസങ്ങളാണ് ജൂതമതത്തിലുള്ള ആളുകൾ വെച്ചു പുലർത്തുന്നത്. ബൈബിൾ പഴയ നിയമം, അതായത് ഹീബ്രു ബൈബിളിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് സംസാരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. എന്താ സംഭവിച്ചു വെച്ചാൽ അതിനെല്ലാം അവർ വികലമാക്കി. അതേ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് ഖുർആന്റെ ഒരു കാരുണ്യം, പരിശുദ്ധ ഖുർആനിലെ 1/3 ഭാഗവും മരണാനന്തര ജീവിതമാണ്. അതേപോലെ തന്നെ അവർക്ക് പരിശുദ്ധ ഖുർആനിൽ ഇതേ രൂപത്തിൽ അവർ ബനു ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബനു ഇസ്രായേലിന് സംഭവിച്ച തെറ്റുകളുടെ കൂട്ടത്തിൽ അല്ലാഹു പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 74-ാമത്തെ വചനത്തിൽ സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. അതായത് ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളുടെ ഹൃദയം അത് കല്ല് പോലെ കടുത്തുപോയി എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഈ ആഖിറത്തിലുള്ള അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം അവർ വികലമാക്കിയതായിരുന്നു അവരുടെ ഹൃദയം കടുത്തു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്.
കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ആഖിറത്തിനെ സംബന്ധിച്ച്, മരണാനന്തര ജീവിതത്തിനെ സംബന്ധിച്ചുള്ള ചിന്ത തീർച്ചയായിട്ടും ഹൃദയത്തെ സോഫ്റ്റാക്കി നിലനിർത്തും. അവിടെയാണ് ഖുർആന്റെ കാരുണ്യം വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലുള്ള നരകത്തെ സംബന്ധിച്ചുള്ള ഇത്രയും ഭീകരമായിട്ടുള്ള പരാമർശങ്ങളെല്ലാം മുസ്ലിങ്ങളുടെ ഹൃദയം കടുത്തു പോകാതിരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ചിന്തകൾ നിലനിർത്താനെല്ലാം കാരണമായി തീരുകയാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചോ, ലോകത്തുടനീളം ഏറ്റവും നല്ല തെളിവാണ്, ലോകത്തുടനീളം ഉള്ള തറാവീഹ് നമസ്കാരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ കരയുന്നതും ഇമാമിനെ കരയിപ്പിക്കുന്നതെല്ലാം നരകത്തിന്റെ ഭയാനതകളെ സംബന്ധിച്ചുള്ള ആയത്തുകളും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള പരാമർശക്കായിരിക്കും. ഇപ്പം മസ്ജിദുൽ ഹറാമിലൊക്കെ തറാവീഹ് നമസ്കരിച്ച ആളുകൾക്കറിയാം, അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പൊട്ടിക്കരയുന്നതെല്ലാം നരകത്തെ സംബന്ധിച്ചുള്ള ആയത്തുകൾ പരാമർശിക്കുന്ന സന്ദർഭത്തിലായിരിക്കും. അപ്പൊ നരകത്തെ സംബന്ധിച്ചുള്ള ഇത്തരം ആയത്തുകൾ ഹൃദയത്തിലെ ചലനം അല്ലെങ്കിൽ ഹൃദയത്തിൽ ചലനമുണ്ടാക്കാനും നമ്മുടെ ഹൃദയം സോഫ്റ്റായിട്ട് നിലനിർത്താനെല്ലാം കാരണമായി തീരുന്നുണ്ട്. പക്ഷെ അതേ സന്ദർഭത്തിൽ അത്തരം ആ ഒരു വിശ്വാസത്തെ എടുത്തു മാറ്റി അതിന് വികലമാക്കിയത് കൊണ്ട് തന്നെ ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം കടുത്തു പോകാനെല്ലാം അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പരിശുദ്ധ ഖുർആന്റെ ആ കാരുണ്യം തിരിച്ചറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ യാഥാർത്ഥ്യം മറ്റൊരു രൂപത്തിൽ സൂറത്തു സഫിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. ആ ആയത്ത് ഇങ്ങനെ വായിച്ചു പോയാൽ അതിലെ മധ്യഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മാ സഅഉ അസഅ അല്ലാഹു ഖുലൂബഹും, അവർ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങളിൽ നിന്നും വഴിതെറ്റിയ സന്ദർഭത്തിൽ അവരുടെ ഹൃദയങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിതെറ്റിച്ചു. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അവരെ ഉണർത്തിയിരുന്നു. ആ ഉണർത്തിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങളിൽ നിന്നും വഴിതെറ്റിയ സന്ദർഭത്തിൽ അവരുടെ ഹൃദയവും വഴിതെറ്റി. അതാണ് അവരുടെ ഹൃദയം ഉറച്ചു പോകാനുള്ള ഒരു കാരണം. അവിടെ നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയം ഉറച്ചു പോകാതെ നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാനും മരണാന്തര ജീവിതത്തിൽ നിന്ന് രക്ഷ ചോദിക്കാനൊക്കെ ഉള്ള കാരണം പരിശുദ്ധ ഖുർആൻ ഇതേ രൂപത്തിൽ നരകത്തെയും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തെയും നമുക്ക് വിവരിച്ചു തന്നുകൊണ്ടാണ്. അവിടെ ഖുർആന്റെ കാരുണ്യം കൃത്യമായിട്ട് നമ്മൾ അറിയുകയാണ്. ഇനി നമ്മൾ ക്രിസ്തുമതം നോക്കിയാൽ അതിലും ചിത്രം വ്യത്യസ്തമല്ല. കാരണം ബൈബിളിൽ ഇത്രയേറെ പ്രാധാന്യത്തെ പരിശുദ്ധ ഖുർആൻ നൽകുന്ന പ്രാധാന്യം ബൈബിൾ ആഖിറത്തിന് അല്ലെങ്കിൽ മരണാന്തര ജീവിതത്തിന് നൽകുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഒരു ക്രൈസ്തവനും മരണാന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഈ ഒരു സങ്കല്പം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ മനോഹരാണ്. സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക. അതായത് അല്ലാഹു പ്രവാചകന്റെ അനുയായികളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, അവർക്ക് നൽകപ്പെട്ടതിൽ അവർ വിശ്വസിക്കുന്നു. അതായത് ഖുർആനിൽ വിശ്വസിക്കുന്നു. വമാ ഉൻസില മിൻ ഖബ്ലിക, അവർക്ക് മുൻഗാമികൾക്ക് നൽകപ്പെട്ടതിലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നു. എന്നിട്ട് അത്ഭുതമാണ്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആയത്തിൽ പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറഞ്ഞു. ആയത്തിന്റെ അവസാനം വബിൽ ആഖിറതിഹിം യൂഖിനൂൻ, അവർ പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു ക്വാളിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അവിടെ എടുത്തു പറയാനുള്ള കാരണം മറ്റുള്ള ഇതര സമൂഹങ്ങളെല്ലാം ആ ഒരു അത്രയേറെ ഉറച്ചു വിശ്വസിക്കുന്നില്ല, അവരതിനെ വികലമാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ മോഡേൺ ക്രിസ്ത്യാനിറ്റി നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ അവരതിനെ അപ്പാടെ അവഗണിച്ച രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞിട്ട് ശിക്ഷയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം അവർ അവഗണിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നരകം തമാശവൽക്കരിക്കുന്നതാണെന്ന് നമ്മൾ കാണുന്നത്. സംസാരത്തിൽ പോലും നിസ്സാരമായിട്ട് നരകത്തെ കുറിക്കുന്ന വചനങ്ങൾ, വാട്ട് ദ ഹെൽ, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. നരകത്തെ നിസ്സാരമായിട്ട് സംസാരത്തിൽ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ കടന്നു വന്നു. അത് മാത്രമാണോ? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നരകത്തെക്കുറിച്ച് എത്ര കാർട്ടൂണുകൾ, എത്ര വീഡിയോ ഗെയിമുകൾ, അതല്ലാതെ അതിനപ്പുറം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ പോലും നരകത്തെ അവര് നിസ്സാരമായിട്ട് ചിത്രീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഈ സങ്കല്പങ്ങളെല്ലാം ആരാണ് ചെയ്യുന്നത്? നരകം എന്നുള്ളത് ഇന്ന് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ പോലും പ്രമേയമാക്കിക്കൊണ്ട് അവർ ചിത്രീകരിക്കുന്നത് നമ്മൾ കാണാൻ. ഇപ്പൊ ഹോളിവുഡിൽ നരകത്തെ പ്രമേയമാക്കിക്കൊണ്ട് തന്നെ നിരവധി ചലച്ചിത്രങ്ങൾ അവർ പുറത്തുവിട്ടു എന്നുള്ളത് ഇത് വായിച്ച സന്ദർഭത്തിൽ ആ കൗതുകം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത സന്ദർഭത്തിൽ നരകത്തെ പ്രമേയമാക്കിക്കൊണ്ട് നിരവധി ചലച്ചിത്രങ്ങൾ ഹോളിവുഡ് പുറത്തുവിട്ടു. അത് ഇത് കൗതുകം തീർക്കാൻ വേണ്ടി വായിച്ച സന്ദർഭത്തിൽ ഓരോ ചലച്ചിത്രത്തിന്റെ പേര് നൽകിയതിനെ നോക്ക്. എസ്കേപ്പ് ഫ്രം ഹെൽ, നരകത്തിൽ നിന്നുള്ള രക്ഷ. അതേപോലെ തന്നെ 23 മിനിറ്റ് ഇൻ ഹെൽ,
23 മിനിറ്റ് നരകത്തിലെ, അതേപോലെ തന്നെ ഹൈവേ ടു ഹെൽ നരകത്തിലേക്കുള്ള വഴി, ക്യാമ്പ് ഹെൽ നരകത്തിൽ ക്യാമ്പ് ചെയ്യുന്നതിനെ കുറിച്ച്, ഡ്രാഗ് മീ ടു ഹെൽ എന്നെ നരകത്തിലേക്ക് ഇതേ രൂപത്തിൽ ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് നരകം എന്നുള്ളതിനെ ഇത്രയും നിസ്സാരമായിട്ട് അത് കാർട്ടൂണും സിനിമയിലും അതേപോലെ തന്നെ തമാശയായിട്ടെല്ലാം ചിത്രീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു. എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ അവർ നിസ്സാരമായിട്ട് കണ്ടു. പക്ഷേ അതേ സന്ദർഭം ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 14 നൂറ്റാണ്ടിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നരകത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നരകത്തെ ഇതേ രൂപത്തിൽ കാർട്ടൂണായിട്ട് ചിത്രീകരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതോ നിങ്ങൾ കാണില്ല. കാരണം അതിന്റെ ഉത്തരം പരിശുദ്ധ ഖുർആനാണ്. അത്രയും ഭീകരമായിട്ട് അത്രയും മനോഹരമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അവിടെയാണ് പരിശുദ്ധ ഖുർആന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നരകത്തെ തമാശവൽക്കരിക്കാൻ അവർക്ക് സാധ്യമല്ല. കാരണം അത് വായിച്ചൊരു മുസ്ലിം അത് ഓർത്ത് കരയുകയേ ചെയ്യുള്ളൂ. അത് വായിച്ചാൽ തന്നെ അതിന്റെ ഭീകരത മനസ്സിലാക്കിയിട്ട് അവരതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കും. അപ്പൊ അത്തരത്തിൽ രക്ഷ തേടാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഭീകരമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് നൽകിയത്. അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ വരാനുള്ള ആ ഒരു സുനാമിയെ മറ്റുള്ള ആളുകൾ തമാശവൽക്കരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ അതിനെ ഗൗരവത്തോടെ എടുത്ത് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ് നരകത്തെ സംബന്ധിച്ച് ഇത്രയും ശിക്ഷയെ സംബന്ധിച്ച് ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള വർണ്ണനകൾ നൽകിയത്. മറ്റൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കോളേജിൽ ചേർന്നു, ആദ്യത്തെ ദിവസം തന്നെ അധ്യാപകൻ വന്നിട്ട് ഫൈനൽ എക്സാമിന്റെ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് നൽകി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് നിങ്ങളൊരു കോളേജിൽ ചേർന്നു, ആദ്യത്തെ ദിവസം തന്നെ അവസാനത്തെ ഫൈനൽ എക്സാം കൊല്ലപരീക്ഷയുടെ ആ ചോദ്യ പേപ്പർ അധ്യാപകൻ നൽകി. എന്നിട്ട് അദ്ദേഹം അതിലുള്ള ഓരോ ചോദ്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു തന്നു, അതിന്റെ ഉത്തരം എവിടെയാണെന്നും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ജസ്റ്റ് പാസ്, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സായാൽ മതിയെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് ഫസ്റ്റ് റാങ്ക് ലഭിക്കാൻ നിങ്ങൾ എന്തൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്, അതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞു, തോറ്റു കഴിഞ്ഞാൽ പിന്നീട് റീടെസ്റ്റ് ഇല്ല, അതായത് രണ്ടാമത് നിങ്ങൾക്ക് പരീക്ഷയില്ല, ഒരൊറ്റ ചാൻസേ ഉള്ളൂ. എന്നിട്ട് ആ ഒരു വർഷം മുഴുവനും അദ്ദേഹം ആ വരാനിരിക്കുന്ന പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങളെ ഉണർത്തിക്കൊണ്ടിരുന്നു. അവസാനം ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്, അതിലേതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പരീക്ഷയെ സംബന്ധിച്ച് നിരന്തരം അധ്യാപകർ ഉണർത്തിയിട്ടുണ്ട്. എന്നിട്ടും അവസാനത്തെ പരീക്ഷയിൽ ഒരല്പം കുട്ടികൾ തോക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ആ കുട്ടികളുടെ അവസ്ഥ എന്താണ്? ആ തോറ്റ ആളുകൾ എന്നിട്ട് കാരണം പറയണം അധ്യാപകൻ ക്രൂരനാണ്, കാരണം അയാൾ ആദ്യത്തെ ദിവസം തന്നെ ചോദ്യ പേപ്പർ തന്നു. അധ്യാപകൻ മോശമാണ്, അല്ലെങ്കിൽ സിലബസ് ശരിയില്ല, അദ്ദേഹം പഠിപ്പിച്ചത് ശരിയായില്ല, അതുകൊണ്ടാണ് തോറ്റതെന്ന് ഏതെങ്കിലും ഒരു കുട്ടി ന്യായം പറയുന്നതിലുള്ളൊരു തമാശ. അതേ രൂപത്തിലാണ് ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിലുള്ള നടക്കാനിരിക്കുന്ന ഓരോ സീനും കൃത്യമായിട്ട് നമുക്ക് ആദ്യമേ പഠിപ്പിച്ചു തന്നു. അതിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നു. അതെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിട്ടും പിന്നീടും ഒരാൾ നരകത്തിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പം ഇതാണ് ശിക്ഷയെ സംബന്ധിച്ചുള്ള ആ വചനങ്ങളിലുള്ള കാരണം. ഇനി നമ്മൾ സൂറത്തു റഹ്മാനിലുള്ള അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തു റഹ്മാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. അതായത് ശിക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ നൽകുന്നത്. അതായത് ഒരു അന്ധൻ ഒരു വലിയ കുഴിയിൽ വീഴാൻ പോകുന്നതിന് മുമ്പ് അവിടെ കുഴിയുണ്ടെന്ന് വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ ക്രൂരതയല്ല, മറിച്ച് ആ അന്ധനോട് കാണിക്കുന്ന കാരുണ്യമാണ്. അവിടെ കുഴിയുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് മിണ്ടാതിരിക്കലാണ് ഏറ്റവും വലിയ ക്രൂരത. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന ആഖിറത്തിനെ സംബന്ധിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതാണ് യഥാർത്ഥത്തിൽ നമ്മളവിടെ കാണുന്നത്. പിന്നെ നമുക്ക് ഈ സൂറത്ത് റഹ്മാനുമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നരകത്തെ അപേക്ഷിച്ച് സ്വർഗത്തിൽ എത്തുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. എന്നിട്ടും സൂറത്ത് റഹ്മാൻ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സൂറത്ത് റഹ്മാനിൽ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ഇരട്ടി ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടി നീക്കിവെച്ചത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് കാണുന്നത്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ എവിടെ നരകത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടോ അവിടെ തന്നെ ഉടൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ബാലൻസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മോട് പറയുന്നത്. അതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമാണ് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഓരോ മനുഷ്യരും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യർക്കും സ്വർഗത്തിൽ ഒരു ഭവനം സൃഷ്ടിച്ചിട്ടുണ്ട്.
അതായത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലെങ്കിൽ ഒരു ഭവനം, ഒരു പ്രത്യേക സ്ഥലം അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ സ്വർഗത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ നിരവധി ഒഴിഞ്ഞ വീടുകൾ നമ്മൾ കാണാണ്. കാരണം അവിടെ എത്തേണ്ട പല ആളുകളും അവരുടെ പ്രവർത്തനം കാരണം അതിന് ക്വാളിഫൈഡ് അല്ലാതെ അവർ നരകത്തിൽ എത്തിച്ചേർന്നു. ആ വീടുകളെല്ലാം ഒഴിഞ്ഞ് നിങ്ങൾ കാണപ്പെടും, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം ഒഴിഞ്ഞ് കാണപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കേണ്ടേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരണമെന്ന് കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നീ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നുള്ള അള്ളാഹുവിന്റെ ആഗ്രഹം കൊണ്ടാണ് ഇന്നും നീ ജീവനോടെ തന്നെ ഇരിക്കുന്നത്. നിനക്കിപ്പോഴും ജീവൻ തരാനുള്ള കാരണം തന്നെ എങ്ങനെങ്കിലും നീ അവിടെ എത്തിച്ചേരുമെന്നുള്ള അള്ളാഹുവിന്റെ പ്രതീക്ഷയാണ്. അതാണ് നീ ജീവിച്ചിരിക്കാനുള്ള ഒരു കാരണം. പിന്നീട് നമ്മൾ സൂറത്ത് നിസാ വായിക്കുന്ന സന്ദർഭത്തിൽ സൂറത്ത് നിസായിൽ നമ്മളെ കരയിപ്പിക്കേണ്ട ഒരു ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെയും ശിക്ഷയുമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് നിസായിലെ 145 വചനത്തിൽ 145 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നു, ആ സ്വർഗത്തിൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു വിഭാഗത്തെ സംബന്ധിച്ച് ഇന്നൽ മുനാഫിഖീന ദർക്കുൽ അസ്ഫലി മിനന്നാർ, അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ ഏറ്റവും അടിത്തട്ടിൽ അവിശ്വാസികളായിട്ടുള്ള മുനാഫിക്കുകളാണെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 146 വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇല്ലല്ലദീന താബു അസ്ലഹു വഅതസമു ബില്ലാഹ്, അതിൽ പശ്ചാത്തപിച്ച് മടങ്ങിയവരും നിലപാട് നന്നാക്കിയവരും അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നവരും അതിൽ നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് ഫഉലൈക മഅൽ മുഅ്മിനീൻ, അവര് വിശ്വാസികളോടൊപ്പമാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു അത്തരം ആളുകൾക്ക് അജ്റൻ അലീമ, അവർക്ക് വമ്പിച്ച പ്രതിഫലം നൽകും. നിങ്ങൾ ചിന്തിച്ചു. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് പറയുന്ന ആ ഒരു ഭാഗത്ത്, അതായത് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല മുനാഫിക്കുകളെ സംബന്ധിച്ച് പറയുന്നു, അവരാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ. ഉടൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതീക്ഷയുടെ വാക്കുകൾ, അതായത് അതിൽ പാശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾ, നിലപാട് നന്നാക്കി അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ സത്യവിശ്വാസികളോടൊപ്പമായിരിക്കും, അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യം, സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുകയാണ്, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, നിങ്ങളെ ശിക്ഷിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? സഹോദരങ്ങളെ, ഈ ഒരു ആയത്ത് ഞാൻ പഠിക്കാനുള്ള ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നത്, ഒരിക്കലും ഇതേ രൂപത്തിൽ മസ്ജിദുൽ ഹറാമിൽ തറാവിഹ് നമസ്കാരത്തിന് പോയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇമാമ് അദ്ദേഹം പാരായണം ചെയ്യുന്ന സൂറത്ത് നിസാ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഒരു ആയത്ത് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് സമയം അദ്ദേഹം ആ ആയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാതെ അദ്ദേഹം പൊട്ടിക്കരയുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചു. അതാണ് ആയത്ത് എനിക്ക് പഠിക്കാനുള്ള പ്രചോദനമായി തീർന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, നിങ്ങളെ ശിക്ഷിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. നമ്മളെ ആരെയും ശിക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നന്ദികേടും നമ്മുടെ അവിശ്വാസവും കാരണം ആ ശിക്ഷ നമ്മൾ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അള്ളാഹിന്റെ കാരുണ്യത്ത് നമുക്കറിയാം, അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ളത് അവന്റെ കോപത്തേക്കാൾ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, തുർമുദ് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ഫിർഔൻ, നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായിട്ടുള്ള ഭരണാധികാരി. ഫിർഔൻ ആരാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞ ധിക്കാരത്തിന്റെയും ക്രൂരതയുടെ എല്ലാം പ്രതീകമായിട്ട് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആ ഫിർഔൻ കടലിൽ മുങ്ങിയ സന്ദർഭത്തിൽ, അന്ത്യനിമിഷത്തിൽ ആ ഫിർഔൻ മരണപ്പെടുന്നതിന്റെ ഒരല്പം മുമ്പ് നമുക്കറിയാം, ആ തുർമുദിരിക്കുന്ന ഹദീസിൽ ഫിർഔൻ അവസാനത്തിൽ അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ട്. ആ പശ്ചാത്തപിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ വായിലേക്ക് ചളി വാരി എറിയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ആ ചളി വാരി എറിയാനുള്ള കാരണം ഫഖശീതു അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹു വയർഹമുഹുല്ലാഹ്, ഫിർഔൻ എങ്ങാനും അവസാനം ഈ കലിമ ചൊല്ലി അത് കാരണം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അതായത് ആ നിമിഷത്തിൽ ആത്മാർത്ഥമായിട്ട് ഫിർഔൻ എങ്ങാനും കലിമ ചൊല്ലി അത് കാരണം അള്ളാഹു എങ്ങാനും പുറത്തു കൊടുക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഫിർഔന്റെ വായിലേക്ക് ഞാൻ ചളി വാരി എറിഞ്ഞതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതായിട്ടാണ് അവിടെ ഹദീസിൽ പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തെ സംബന്ധിച്ച്
ജിബ്രീലിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അത്രയും ധിക്കാരിയായിട്ടുള്ള ആൾക്ക് പോലും അള്ളാഹിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരുപക്ഷെ അള്ളാഹു അവർക്ക് പോലും പുറത്തു കൊടുക്കുക. അത്രയും കാരുണ്യവാനായിട്ടുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് സത്യനിഷേധികളെങ്ങാനും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പരലോകത്ത് അവർക്കും സ്വർഗം ലഭിക്കുമെന്ന് അവർ തെറ്റിദ്ധരിച്ചേനെന്ന്. അത്രയും കാരുണ്യവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ കാരുണ്യം അങ്ങേയറ്റാണ്. അള്ളാഹു ആരെയും വെറുതെ ശിക്ഷിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. ആ ശിക്ഷ അത് നമ്മൾ ചോദിച്ച് വാങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നമ്മൾ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യരുത്. അത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. മനോഹരമായിട്ടുള്ള ആയത്ത് സൂറത്തുൽ മാഇദയുടെ 98-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബി വ അന്നല്ലാഹ ഗഫൂറുർ റഹീം. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണെന്നും ഏറെ പൊറുക്കപ്പെടുന്നവനും കരുണാനിധിയുമാണെന്നും നീ അറിയുക. രണ്ട് കാര്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണെന്ന് മാത്രം മനസ്സിലാക്കിയ പോലെ അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനും കൂടെയാണ്. അപ്പൊ ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീക്ഷിക്കേണ്ടത്. ശിക്ഷയെ സംബന്ധിച്ച് ശിക്ഷയെ നമ്മൾ ഭയക്കുന്നുണ്ട്, അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യണം. ഏതുപോലെ എന്ന് വെച്ചാൽ മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നൽകിയ മനോഹരമായിട്ടുള്ള ഉദാഹരണം, അതായത് ഭയവും പ്രതീക്ഷയും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ്. അത് രണ്ടും ഒരേ രൂപത്തിലുണ്ടെങ്കിലേ നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ കാരുണ്യത്തെ സംബന്ധിച്ച്, കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷിച്ച് ശിക്ഷയെ മറന്ന് ജീവിക്കാൻ പാടില്ല. അതേസമയം ശിക്ഷയെ ഭയന്നിട്ട് കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശനാകാനും നമ്മൾ പാടില്ല. അത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. ചില ആളുകൾ ഇപ്പൊ ശിക്ഷയെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ നരകത്തെ സംബന്ധിച്ച് നമ്മൾ ഭയക്കുക. ചില ആളുകൾ പറയാറുണ്ട്, വളരെ നിസ്സാരമായിട്ട് നരകത്തെക്കുറിച്ച് സംസാരിക്കുന്ന അതൊക്കെ നമ്മൾ ചില ആളുകളുടെ വായിൽ നിന്നും കേൾക്കാറുണ്ട്. ചില ആളുകൾ പറയും, ഇനിയിപ്പോൾ അഥവാ നരകത്തിൽ പോയാലും കുറച്ച് ദിവസമല്ല, അവസാനം എല്ലാവരും സ്വർഗത്തിലെത്തുമല്ലോ, കലിമ ചൊല്ലിയ ആളുകളൊക്കെ സ്വർഗത്തിലെത്തുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇതേ രൂപത്തിൽ വളരെ നിസ്സാരമായിട്ട് നരകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചില ആളുകളുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വായിൽ നിന്നും. ഒന്നാമതായിട്ട് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും ഹദീസുകളെ സംബന്ധിച്ചുള്ള അജ്ഞത കൊണ്ട് മാത്രമാണ് അതേ രൂപത്തിൽ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ സംസാരിക്കുന്നത്. ഞാൻ പല ആളുകളുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അഥവാ ഇനി നരകത്ത് പോയാലും അവസാന സ്വർഗത്തിലെത്തുമല്ലെന്ന്. അത്തരം സംസാരിക്കുന്ന ആളുകൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള അജ്ഞതയുള്ള ആളെ ആ രൂപത്തിൽ സംസാരിക്കുള്ളൂ. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ ഇത്തരം സംസാരം ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ചില ആളുകൾ ഇതേ രൂപത്തിൽ പറയുന്നതായിട്ട് ഖുർആൻ തന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ ഒരു വാക്കായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ധരിക്കുന്നുണ്ട്, വഖാലു ലം തമസ്സന നാറ ഇല്ലാ അയ്യാമ മഅദൂദ. ജൂതന്മാർ പറഞ്ഞൊരു വാക്കാണ്, മദീനയിലുള്ള ജൂതന്മാർ പറഞ്ഞതാണ്. വഖാലു ലം തമസ്സന നാറ ഇല്ലാ അയ്യാമ മഅദൂദ. എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകം സ്പർശിക്കൂല. അതാണ് അവർ പറഞ്ഞ വാക്ക്. ആ ജൂതന്മാരുടെ വായിൽ നിന്നും വന്ന വാക്കാണ്. അഥവാ ഇനി പോയാലും കുറച്ച് ദിവസമേ ഞങ്ങളെ സ്പർശിക്കുള്ളൂ എന്നുള്ള അവരുടെ വാക്കാണ്. അതേ രൂപത്തിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും വന്നുകൂടെ. കാരണം ഒരു ദിവസം പോയിട്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരു സെക്കൻഡ് പോലും ആ നരകത്തിൽ കിടക്കുക എന്നുള്ളത് അസാധ്യമാണ്. അത്രയും ഭീകരമാണ് നരകം. ആ നരകത്തെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു സെക്കൻഡ് പോയിട്ട് അതിന്റെ സമീപത്ത് പോലും എത്താൻ നമ്മൾ ഭയക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ നരകത്തിൽ നിന്നും വരുന്ന ഒരു നേരിയ കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുന്ന സന്ദർഭത്തിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ വിളിച്ചു പറയുന്നതായിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയാഇന്റെ 46-ാമത്തെ വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഇൻ മസ്സത്ഹും നഫഹത്തും മിൻ അദാബി റബ്ബിക്. നരകത്തിൽ നിന്നുള്ള ഒരു നേരിയ കാറ്റ് അവരുടെ ശരീരത്തിലേക്ക് സ്പർശിക്കുന്ന സന്ദർഭത്തിൽ ആ ആളുകൾ, കുറ്റവാളികളായിട്ടുള്ള ആളുകൾ, അവർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയും, യാ വൈലന ഇന്നാ കുന്നാ ളാലിമൂൻ. എന്റെ നാശമേ, ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്ന് അവർ ആർത്ത് വിളിച്ചുകൊണ്ട് കരയുമെന്നുള്ളതാണ്. നരകത്തിലെത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, നരകത്തിലെത്തിയിട്ടില്ല. ആ നരകത്തിൽ നിന്നുള്ള ചെറിയ കാറ്റ് അവരുടെ മേലേക്ക് സ്പർശിച്ചിട്ടുള്ളൂ. ഏതുപോലെ വെച്ചാൽ ഇപ്പൊ നമ്മൾ നമ്മളൊരു റൂമിൽ AC ഇട്ടിട്ട് നമ്മൾ ആ റൂം അടച്ചു കഴിഞ്ഞാൽ ആ റൂമിന്റെ വാതിലിനകത്തുകൂടെ ചെറുതായിട്ട് ആ AC-യുടെ കാറ്റ് പുറത്തേക്ക് വരും. അത് പുറത്തിരിക്കുന്ന ആളുടെ മേലെ ചെറുതായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും റൂമിൽ AC ഇട്ടിട്ടുണ്ട് എന്ന്. അതേ രൂപത്തിൽ നരകത്തിൽ നിന്നുള്ള വരുന്ന നേരിയ കാറ്റ്
കുറ്റവാളികളുടെ ആളുകളുടെ ശരീരത്തിൽ ജസ്റ്റ് ഒന്ന് സ്പർശിക്കുന്ന സന്ദർഭത്തിൽ അവരുറക്ക നിലവിളിക്കാൻ തുടങ്ങും, യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ, നാശമേ ഞങ്ങളിത് അക്രമികളായിരിക്കുന്നു എന്ന് അവർ ആർത്തു വിളിച്ച് നിലവിളിച്ചുകൊണ്ട് കരയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നരകത്തിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കാറ്റ് സ്പർശിക്കുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ആ നരകത്തിലെത്തിയാൽ എത്ര ഭീകരമായിരിക്കും അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഈ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാൻ, അതായത് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായിട്ടുള്ള ആളുകളുടെ ഓരോ ക്വാളിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് അവരുടെ ഒരു ക്വാളിറ്റി, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരുടെ ഒരു ഗുണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീന യഖൂലൂന റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ, നരകത്തിൽ നിന്നും അവർ രക്ഷ ചോദിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഠിനമായിട്ടുള്ള ശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഠിന ശിക്ഷയിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഈ ഉമ്മത്തിലുള്ള എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഇനി തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങൾ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, ഇനി അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം സ്വർഗത്തെ സംബന്ധിച്ചുള്ള ആ മനോഹരമായിട്ടുള്ള ആയത്തുകളാണ് ഇനി കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം മുതൽ നമ്മൾ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വർണ്ണനകളാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ ചിന്തിക്കാനും പഠിക്കാനും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والسلام عليكم ورحمة الله.